ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പം രാവിലെ തൊട്ട് കാണാം നമുക്ക്. വാ. അപ്പം സമയം ഇപ്പം ഏകദേശം ഒരു 6 മണി ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും പിന്നെ ലഞ്ചും ഒക്കെ കരുതണം. അടുത്ത 6:30 മാത്രമേ ഞാൻ ഇനി തിരിച്ചെത്തുള്ളൂ. അപ്പം ഇന്നലെ ഉണ്ടാക്കിയ അപ്പവും പിന്നെ ചിക്കൻ കറിയും ചോറും കുറച്ച് തൈരും അങ്ങനെ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം നോക്കാം, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇയാൾ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും രാവിലെ എണീച്ച് ഞാൻ പോകുന്നത് വരെ. അപ്പം ഇതൊക്കെ ഓരോ ടിഫിനാക്കി പാക്ക് ചെയ്യണം. അപ്പോൾ ഓരോന്നായിട്ട് ആവുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയത്. ഞാനേ കുറേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാറുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയണമല്ലോ. അപ്പം ഞാനിങ്ങനെ വണ്ടറടിക്കും, എങ്ങനെയാണ് ഈ ആൾക്കാർക്കൊക്കെ ഇത്രയും ഓർഗനൈസ്ഡും പ്ലാൻഡൊക്കെ ആവാൻ പറ്റുന്ന ലൈഫിൽ എന്ന്. എൻ്റെ കേസിൽ അതിപ്പം പ്രഗ്നൻറ്റ് പീരീഡ് ആണെങ്കിലും അതിന് മുന്നേയും ഐ വാസ് ഇൻ ഹാവിങ് എ പ്ലാൻ ലൈഫ്. എനിക്ക് ഒട്ടും പ്ലാൻ ചെയ്യാൻ പറ്റാറില്ല. ഈ പ്ലാനിങ് എന്ന് പറയുമ്പം ആദ്യം തൊട്ട് തന്നെ തുടങ്ങാം. രാവിലെ എണീക്കുക അതെൻ്റെ നിഘണ്ടുവിലില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ ചിലവരതൊക്കെ കാണാം, രാവിലെ എണീച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, പിന്നെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, മറ്റത് മറിച്ചത്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അതെനിക്ക് ഇപ്പോഴും ഇല്ല, പണ്ടുമില്ല, തീരെയില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ ഓഫീസുള്ള ഒരു അരമണിക്കൂറൊക്കെ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നവർക്കാണ്. എനിക്കറിയാം എന്നെപ്പോലെയുള്ളവർ ഒരുപാടുണ്ടാവും ഫോർ ഷുവർ. വേറൊന്നും നടന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കും. ഇപ്പം ഞാൻ ബാക്കി വെച്ച് ഉറക്കുണ്ടല്ലോ, അത് ഞാൻ ഈ ബസ് കയറിവാട് അങ്ങോട്ട് ഉറങ്ങും. കയറേണ്ട താമസം അടുത്തൊരു മണിക്കൂർ ഞാൻ നല്ല ഉറക്കം ഉറങ്ങും. പിന്നെ അടുത്ത കോളേജിൻ്റെ വളവെത്തുമ്പോൾ മാത്രമേ ഞാൻ അറിയുള്ളൂ. അതെനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നാറുണ്ട്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. മുമ്പാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കും, ഷോർട്സൊക്കെ നോക്കും, ലൈക്ക് എന്തൊക്കെ വീഡിയോസ് കണ്ടൻസ് ഒക്കെ ഉണ്ടോയെന്നല്ല അങ്ങനെയൊക്കെ നോക്കിയിരിക്കലായിരുന്നു പതിവ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂവി കാണും. പക്ഷേ ഇപ്പം സ്ക്രോളിങ് ടൈം കുറഞ്ഞു. 1 അവർ നല്ല ഉറക്കമാണ്. അത് രാവിലെ ആയാലും അതെ, വൈകുന്നേരം ആയാലും അതെ. സോ അതാണ് എൻ്റെ ഏർലി മോർണിംഗ് മോട്ടോ എന്ന് പറയുന്നത്. ബസ് കയറിയപാട് ഉറങ്ങുക, ഫോൺ അധികം യൂസ് ചെയ്യരുത്. സോ സ്ക്രീൻ ടൈം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ചോറ് ഇന്നലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട അരിയാണ് പൊന്നിയരി. അപ്പം അത് ഞാൻ കുറച്ച് വേണ്ടത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അത് പാക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഉച്ചക്ക് തൈര് കഴിക്കുമ്പം വയറ്റിന് നല്ലൊരു സുഖമാണ്. അപ്പം ഞാൻ വിചാരിച്ചു തൈര് എടുക്കാം. പിന്നെ കറി ഓൾറെഡി ഉണ്ട്. ഇന്നൊന്ന് ഉപ്പേരികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി. സോ അത് ഇന്ന് മിസ്സായിപ്പോയി. കഴിക്കേണ്ടതാണ്. അയൺ കണ്ടൻറ്റ് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും അടുത്ത ദിവസം അത് കൊണ്ടുവരാം. ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസം ഞാൻ അവിടെ പോയി കഴിക്കലാണ്. ബട്ട് മുട്ട പുഴുങ്ങിയത് ഞാൻ സ്ഥിരമായി എടുക്കും. 2 മുട്ട നിർബന്ധമാണ്. അപ്പം അച്ചാറില്ലാണ്ട് എനിക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നിപ്പം തൈരായതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും കഴിക്കലൊന്നുമില്ല, എന്നാലും വയ്യ. വേറെ ഒന്നിനോടും താല്പര്യമില്ല. അപ്പം ഞാൻ പിന്നെ അച്ചാർ കുറച്ചെടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ ഉറങ്ങി എണീച്ചിട്ട് 6:45 എൻ്റെ ഓട്ടോ വരുന്നത് വരെയുള്ള ടൈം എനിക്ക് തീരെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാനിങ്ങനെ ആ ഉറക്കിൽ തന്നെ ആടിപ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയമൊക്കെ കളഞ്ഞ് എൻ്റെ ടൈം ആവാറാവും. അപ്പോൾ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഡേ ബൈ ഡേ ഞാനത് മാനേജ് ചെയ്ത് ഇപ്പം എനിക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്യാനും റെഡിയാവുന്ന ടൈം നന്നായിട്ട് കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓട്ടോയിലേക്ക് എത്താനും ബസ്സിലേക്ക് എത്താനും ഉള്ള ഒരു കാര്യം നടന്നു പോകുന്നുണ്ട്. അപ്പം ഗ്രാജ്വലി ശരിയായി വന്നതാണ്. കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റാറുണ്ടാവില്ല. മിക്കപ്പോഴും ഞാൻ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാറില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ബട്ട് ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സാധനം. ചിക്കൻ കറി അവിടെ എത്തുമ്പോഴേക്ക് മോശമാവാണ്ട് തിന്നാൽ മതിയായിരുന്നു. പിന്നെ മുട്ടയപ്പം, അത് ഇന്നലത്തെ ഒരു പരീക്ഷണമായിരുന്നു. മുട്ട പുഴുങ്ങിയത്, പിന്നെ ചോറ്. ഇനി വേറെ എന്തെങ്കിലും അതിനിടയ്ക്ക് വിശന്നെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി ഇതും വിശന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും അവിടെ പോയി കഴിക്കും. അപ്പം അതാണ് ഇന്നത്തെ മെനു. മുന്നേ ഞാൻ എക്സ്ട്രാ ഒരു കിറ്റ് കരുതുമായിരുന്നു ഇങ്ങനെ ലഞ്ച് ബോക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് എല്ലാം കൂടി തൂക്കി നടക്കാൻ വയ്യ. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ വേറെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ബാഗിൽ തന്നെ വെക്കും. അപ്പം ചിയാ സീഡ്സ് വെള്ളം ഞാനിപ്പോൾ കുടിക്കാറില്ല. ഇത് അശ്വിൻ എണീക്കുമ്പോൾ കുടിക്കാനുള്ളതാണ്, എന്നാലേ കുടിക്കും. അപ്പം ഇയാൾക്ക് ഞാൻ കുറച്ച് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഹാപ്പിയായി. അപ്പോൾ ഇനി പോയി കുളിച്ച് റെഡിയാകും. രാവിലത്തെ ഒരു വലിയ ടാസ്ക്കാണ് ഏത് ഡ്രസ്സ് ഇടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ തലേന്ന് തന്നെ നോക്കി വെക്കേണ്ട അവസ്ഥയാണ്. കാരണം സൈസ് ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പം. ചിലതൊക്കെ ടൈറ്റായി തുടങ്ങി, ചില പാൻറ്റൊക്കെ ടൈറ്റായി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. അടുത്തൊരു സെറ്റ് വാങ്ങുന്നത് വരെ ഇതൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് പോകണം. പിന്നെ റെഡിയാവൽ കുറച്ച് കുറവാണ്. പക്ഷേ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ കുറച്ച് കൺമഷി. ഏറ്റവും എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഇപ്പോൾ റെഡിയായി പോവുക എന്നുള്ളതാണ്. എന്ത് ചെയ്താലും ഒരു മെനയുണ്ടാവില്ല. മുഖത്ത് ആകെ കൂടെ ഒരു ക്ഷീണമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് കൺമഷി, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഇറങ്ങും. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തത് വരുന്നുണ്ട്. അപ്പോൾ മുന്നേ ഞാൻ സ്കൂട്ടിയിലൊക്കെ ആയിരുന്നു പോകുന്നുണ്ടായത്. ഇപ്പം ഞാൻ ഓട്ടോ ആക്കി. കാരണം
കുറേ കുണ്ടും കുഴികളൊക്കെയാണ്, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പോവാണ്. അപ്പം അതിൻ്റെ കൂടെ ഈ 2 സാധനങ്ങളും കൂടിയുണ്ട്. ബസ്സിൽ കയറിയപാട് കഴിക്കാനുള്ള കുറച്ച് നട്ട്സ്. എനിക്ക് നല്ല വിശപ്പ് വരും ബസ്സിൽ കയറിയപാട് ആ ഒരു ടൈമിൽ കോളേജ് എത്തുന്നത് വരെ. അപ്പം ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അധികം ഫുഡ് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് രാവിലെ തന്നെ കഴിക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, അതെന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് വരുമ്പോൾ. അപ്പം പോവാം. ഇയാളിങ്ങനെ നോക്കി മാക്സിമം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കും, പക്ഷേ പറ്റില്ല. അപ്പം ഓട്ടോ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ ദൂരം. 2 ട്രാഫിക് കിട്ടാനുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കിട്ടിയില്ലെങ്കിൽ സുഖമായിട്ട് ഞാൻ 10 മിനിറ്റിലെത്തും. അങ്ങനെ പോകുന്നുണ്ട്. രാവിലെ ആയാലും എന്താ പറയുക, ട്രാഫിക്കിനൊരു കുറവുമില്ല. ആൻഡ് ഇപ്പോഴാണെങ്കിൽ നല്ല മഞ്ഞും, രാവിലെ ഭയങ്കര തണുപ്പാണ് പുറത്ത്. പക്ഷേ സഹിക്കബിൾ തണുപ്പാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ട്രാഫിക്, ഇതിപ്പോൾ സമയം ഏകദേശം 7 മണി ആവാറായതേ ഉള്ളൂ. എന്നാൽ പോലും ഭയങ്കര തിരക്കും തിക്കും. കാരണം സ്കൂൾ ബസ് കൊണ്ടൊരു ആറാട്ടാണ് റോട്ടിനകത്ത്. അങ്ങനെ ഈ ബസ്സിൽ ഞാൻ എത്തി. ബസ്സിൽ എത്തിപ്പെടാൻ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മിക്കപ്പോഴും ബസ് വിട്ടിട്ടുണ്ടാവും, ഞാൻ ഓട്ടോക്കാരനെ കൊണ്ട് ചേസ് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയൊക്കെയാണ്. ബസ് 1 മിനിറ്റ് പോലും നിർത്തി വെക്കില്ല. പ്രത്യേകിച്ച് അതിപ്പോൾ സ്റ്റാഫാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അങ്ങനെയാണ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ മോട്ടോയിലേക്ക് കടക്കാൻ പോകുന്നത്, ഉറങ്ങുക. ഇനി കോളേജ് എത്തുന്നത് വരെ നല്ലൊരു ഉറക്കം. അപ്പം അത് ശരിയായില്ലെങ്കിൽ എനിക്ക് തലവേദന വരും. അപ്പം ഒന്നാമത് ഈ ട്രാഫിക്കൊന്നും കാണാനും ഇതൊന്നും വയ്യ. അപ്പം ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കണ്ടു. ഇതാണ് സ്ഥിരം അവസ്ഥ. ചില ദിവസങ്ങളിൽ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 1.5 മണിക്കൂറും 2 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മുന്നേ ഞാൻ ഈ വഴിയിലൂടെ സ്കൂട്ടിയിൽ പോകുമായിരുന്നു. അപ്പോൾ ബസ്സിനെ ഞാൻ ഇങ്ങനെ ചേസ് ചെയ്ത് പിടിക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഞാൻ വരുന്ന വഴിയിൽ ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ പാക്ക് ചെയ്ത മുട്ടയപ്പത്തുനിന്ന് തുടങ്ങാം. അപ്പം ഭാഗ്യത്തിന് ചിക്കൻ കറിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് ഞാൻ സാപ്പിട്ടു. ഇപ്പം സെമിസ്റ്റർ എക്സാംസ് നടക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷേ കമ്മിറ്റി വർക്ക്സൊക്കെ ഉണ്ടാവും. പ്രാക്ടിക്കൽസും ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം റെസ്റ്റാണ്, അധികം സ്ട്രെസ്സില്ല. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ലാപ്പും തുറന്നിരിക്കും. കാണുന്നവർ വിചാരിക്കണമല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അധികം ഇരുന്നാൽ കാലിന് വീക്കം വരും. ഇനി നടന്നാൽ മുന്നത്തെ മുട്ടുവേദന തിരിച്ചു വരും, കാരണം വെയിറ്റ് കൂടുന്നുണ്ട്. പിന്നെ 2 ബോട്ടിൽ വെള്ളമാണ് ഇപ്പോഴത്തെ എൻ്റെ ടാർഗറ്റ്. ഇങ്ങനൊരു ചെറിയ ബോട്ടിലും പിന്നെ ഒരു വലിയ ബോട്ടിലും. അപ്പോൾ ഇത് തീർക്കണം എന്നാണ്. സോ ഞാൻ മിക്കപ്പോഴും എൻ്റെ ക്യാബിനിൽ ആരും ഉണ്ടാവാറില്ല. അപ്പം ഞാനിങ്ങനെ നടക്കും, കാരണം അധികം ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാല് നല്ല വീക്കം വരുന്നുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് ഞാനിങ്ങനെ സമയം കളയും. അപ്പം ഇതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വേറെ കിടന്ന് കുറച്ച് സമയം ഫുഡ് കഴിച്ചു. അപ്പം ഈ പോർഷൻ എനിക്ക് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ജസ്റ്റ് ഒരു നടക്കാൻ പോകും. അപ്പം ആ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ്, അതിപ്പം എന്താ പറയുക, വാട്ടർമെലണോ ചിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്ന് കുടിക്കും. കാരണം ഒരു നടത്തമായി, നടത്തിപ്പം അത്യാവശ്യമാണല്ലോ. പിന്നെ നടക്കുന്നത് അടുത്ത ഫ്ലോറിൽ പോയി വെള്ളം എടുക്കുക. അപ്പം താഴേക്ക് നടന്നു പോയി വെള്ളം എടുത്തിട്ട് വരും. അതാണ് എൻ്റെ അടുത്ത എക്സസൈസ്. ഇതൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ. ഒരു 3 മണിയൊക്കെ ആവാറാകുമ്പം അടിപൊളിയാണ്. 4 മണി ആവാറായി എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം 4:30 ആയാൽ അടുത്ത ഇൻട്രസ്റ്റിംഗ് പാർട്ട്. 4:30ക്ക് ബസ് വരും, ബസ് വിടും. അപ്പം അത്രയും ടയേർഡാണെങ്കിൽ പോലും ആ പോകുമ്പം കിട്ടുന്നൊരു മെൻറ്റൽ റിലീഫ് അത് അത്രയ്ക്കും എന്താ പറയുക, നല്ല രസമാണ് വീട്ടിൽ പോകാനായി. കാരണം എന്താ പറയുക, പണ്ട് സ്കൂളിൽ പോകുമ്പോഴായിരുന്നു വീട്ടിലെത്താറായി. ഇപ്പം അതിനേക്കാൾ ഇൻട്രസ്റ്റാണ് ഹായ് വീട്ടിൽ പോകാറായി എന്നുള്ളത്. ബിക്കോസ് എൻ്റെ ഫാമിലി ടൈം, എൻ്റെ പേഴ്സണൽ ടൈം ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ദിവസത്തിൽ ഇത്രയും സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് എവിടെയാണ്, ഇനിയാണ് ഞാൻ വീട്ടിൽ പോകാൻ പോകുന്നത്. സോ ഇൻട്രസ്റ്റിംഗ്. 4:30ക്ക് ബസ് വിട്ടാൽ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ, നോർമൽ ട്രാഫിക് ആണെങ്കിൽ 6 മണിയാകുമ്പോൾ ഞാൻ സ്ഥലത്തെത്തും. അപ്പം എത്തി അവിടെ നിന്ന് ഓട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ഒരു വടയും ഒരു ബൂസ്റ്റും വാങ്ങിച്ചു. അടുത്തുള്ള ഉടുപ്പി പാർക്ക് കഫേന്ന്. ഇവിടുത്തെ വട അത്യാവശ്യം വലുതാണ്. നാട്ടിലത്തെ വടയുടെ ടേസ്റ്റിൽ ഒരു അയലത്തൊക്കെ എത്തുമായിരിക്കും, പക്ഷേ തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കഡിൽസ് എന്ന് പറയുന്ന ക്ലിനിക്കാണ് ഞാൻ ചെക്കപ്പിന് പോകാറുള്ളത്. അപ്പം വീട്ടിലെത്തി ഇടയ്ക്ക് നടന്ന പല സാധനങ്ങളും ഞാൻ എടുക്കാൻ മറന്നുപോയി. സോ നമുക്കിനി കുളിച്ചിട്ട് വരാം. ലൂയിക്കാണെങ്കിൽ 2 പേരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ടൈം ഇനിയായിരിക്കും. അപ്പം കളിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ 2 പേരും ചിലപ്പോൾ 2 ഭാഗത്ത് ചത്ത് കിടക്കുന്നതുകൊണ്ട് ഇവനും വന്ന് ചത്ത് കിടക്കും. ഇവൻ ഓൾറെഡി ഫുൾ ഡേ കിടക്കുകയാണ്. ഇവൻ ഉറങ്ങി പ്രാന്താവുന്ന അവസ്ഥയാണ്. നല്ല ലേറ്റായ ദിവസം അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ മടിയുള്ള ദിവസം, കുറച്ച് ദിവസമായി നമ്മൾ ഫുഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് അൽത്താസയിലെ ഷവർമ ഓർഡർ ചെയ്തു. ആൻഡ് അതൊരു മീൽ കോംബോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രൈസും ഇതൊക്കെ ഉണ്ടായിരുന്നു. ജ്യൂസ് മീൻസ് പെപ്സി എൻ്റെ സാധനമല്ല. ഫ്രൈസ് ഞാൻ കുറച്ച് കഴിക്കും, ഒരു ക്രേവിങ്സ് മാറ്റാൻ. പക്ഷേ
ഇതിൽ നല്ല രസമാണ്, ഇതിൽ നല്ല വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ സമാധാനിച്ച് തിന്നും. കുറേ സമയം എടുത്തിട്ടാണ് വന്നത്. പിന്നെ കിച്ചൺ കുറച്ച് ക്ലീനാക്കും. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു, എപ്പോഴും കുക്ക് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും സാധനം തീർന്നത് അറിയുക. അപ്പം ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് ഒരു ലിസ്റ്റാക്കാം. കുറേ സാധനങ്ങൾ റീഫിൽ ചെയ്യാനായി. മിക്കപ്പോഴും സമയം കിട്ടാറില്ല. ലൈക്ക് ഈവനിങ് അധികം ടയർഡായിട്ട് വരുന്നതുകൊണ്ട് എനിക്കിതിന് മൂഡില്ല. ഇന്ന് നല്ല മൂഡുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനുള്ള. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇതൊക്കെ എടുത്ത് വെച്ച് ഇനി എന്തൊക്കെ സാധനങ്ങൾ, ബിക്കോസ് രാവിലെ ഞാൻ ഉണ്ടാക്കുന്ന സാധനമൊക്കെ പിന്നെ ക്ലീൻ ചെയ്യൽ വൈകുന്നേരമായിരിക്കും. രണ്ടുപേരും സ്ഥലത്തുണ്ടാവാത്തതുകൊണ്ട് അപ്പം ഞാൻ വൈകുന്നേരം സമയമെടുത്ത് ചെയ്യാറാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ടൈമിലായിരിക്കും ചെയ്യുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കിടക്കും. ഞാൻ മിക്കപ്പോഴും ഈ വർക്കിന് പോകുന്നവരുടെ വീഡിയോസ് കാണലുണ്ട്, ഈ മീൽ പ്രെപ്പ് ചെയ്യുന്ന സംഭവം. പക്ഷേ എനിക്ക് അതൊന്നും പറ്റലില്ല. കാരണം ഇന്ന് തോന്നുന്ന സാധനമായിരിക്കില്ല നാളെ തിന്നാൻ തോന്നുന്നത്. അപ്പം ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നാളെ അത് കഴിക്കണം എന്നൊന്നുമില്ല. സോ സ്പോട്ടിൽ തോന്നുന്നതായിരിക്കും. ചിലപ്പോൾ ഇന്ന് ചോറ് കഴിക്കണം, ചോറ് കഴിക്കും. അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കണം, ചപ്പാത്തി കഴിക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ അവസ്ഥ. സോ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാമെന്നല്ലാണ്ട് എനിക്ക് വേറെ പ്രിപ്പൊന്നും നടക്കാറില്ല. അപ്പം ഇതാണ് എൻ്റെ റുട്ടീൻ വരുന്നത്. പിന്നെ ഇന്നുണ്ടാക്കിയ കറി ചിലപ്പോൾ നാളത്തേക്കും കൂടി എടുക്കും, അത്ര തന്നെ. അതാണ് എൻ്റെ മീൽ പ്രെപ്പ്. സോ ഈ ഇത്രയും ടൈം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, ഇപ്പോഴത്തെ എൻ്റെ വർക്ക് ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ്. അപ്പം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരണമെങ്കിൽ വീക്കെൻഡ്സ് വരണം, എവിടെയെങ്കിലുമൊക്കെ പോകണം. ഈ ഡെയിലി ഈ റുട്ടീനാണ് എനിക്ക്. ബട്ട് എന്താ പറയുക, നമുക്ക് ഈ 9 to 5 ജോബ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതും ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണം കഴിക്കുന്നതും ഇഷ്ടമുള്ളതുപോലെ ഡ്രസ്സ് വാങ്ങിക്കുന്നതും. സോ അതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഇപ്പോഴും എനിക്കിങ്ങനെ വർക്കിന് പോകാൻ പറ്റുന്നതും ഇത്രയും ട്രാവൽ ചെയ്യാൻ പറ്റുന്നതും ഈ എന്താ പറയുക ക്ഷീണമൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതും അതും ഒരു ബ്ലെസ്സിങ് ആണ്. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ടു. സോ അടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളിലായി അടുത്ത വീഡിയോയിൽ കാണാം.